വെൽക്കം ടു MEStutors.com. മൂഡിൽ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ കാറ്റഗറികളും കോഴ്സുകളും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓപ്പൺ ചെയ്യുക, ലോഗിൻ ചെയ്യുക. ആദ്യം ക്ലിക്ക് ഓൺ സൈറ്റ് ഹോം. നോ കോഴ്സസ് ആർ അവൈലബിൾ ഓൺ ദിസ് മൂഡിൽ സിസ്റ്റം. നമുക്ക് എങ്ങനെ ഇതിനകത്തൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. നമുക്കൊരു കോഴ്സ് ഓഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഴ്സ് ഒരു കാറ്റഗറിക്കകത്തായിരിക്കണം. So we'll see how to create category in first. Click on site administration. ഇവിടെ പല ടാബുകൾ നമുക്കിവിടെ കാണാം. ഇവിടെ കോഴ്സ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൽ ആഡ് കാറ്റഗറി എന്നുള്ള ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പേരൻറ്റ് കാറ്റഗറി ടോപ്പ് മിസ്ലേനിയസ് ടോപ്പ് ചൂസ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പല പ്രോഗ്രാംസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാംസ് ഒന്നെങ്കിൽ UG പ്രോഗ്രാംസ് ആയിരിക്കും, അല്ലെങ്കിൽ PG പ്രോഗ്രാംസ് ആയിരിക്കും. അപ്പം ആദ്യം കാറ്റഗറി പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് എന്നുള്ളൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് PG കാറ്റഗറി ID PG എന്ന് എഴുതി ഞാൻ. ഡിസ്ക്രിപ്ഷൻ ഈസ് നോട്ട് നെസസറി. ക്രിയേറ്റ് കാറ്റഗറി ബട്ടൺ ക്ലിക്ക് ചെയ്തു. കാറ്റഗറി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി എനിക്കൊരു കോഴ്സ് ഓഫർ ചെയ്യണം. ആ കോഴ്സ് MSc കമ്പ്യൂട്ടർ സയൻസ് തേർഡ് സെമസ്റ്ററിലെ ഒരു കോഴ്സാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് എന്നുള്ള കാറ്റഗറിയുടെ കീഴിൽ MSc കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ഒരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണം. സോ ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ന്യൂ കാറ്റഗറി അഗെയിൻ. സെലക്ട് ദി പേരൻറ്റ് കാറ്റഗറി ആസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം MSc കമ്പ്യൂട്ടർ സയൻസ്. കാറ്റഗറി ID MSc_CS എന്ന് കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും എഴുതണമെങ്കിൽ അത് എഴുതാം. നോട്ട് നെസസറി. ക്രിയേറ്റ് കാറ്റഗറി ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ കീഴിൽ വേറൊരു സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു. ഇനി എനിക്ക് വേരിയസ് സെമസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം കമ്പ്യൂട്ടർ സയൻസിൻ്റെ കീഴിൽ. ഞാൻ തേർഡ് സെമസ്റ്ററിലെ പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നുള്ളൊരു കോഴ്സാണ് എനിക്ക് ഓഫർ ചെയ്യേണ്ടുന്നത്. സോ തേർഡ് സെമസ്റ്റർ എന്നുള്ളൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണം. ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ന്യൂ കാറ്റഗറി. സോ സെലക്ട് ദ പേരൻറ്റ് കാറ്റഗറി ടോപ്പ് മിസ്ലേനിയസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് MSc കമ്പ്യൂട്ടർ സയൻസ്. ചൂസ് ദിസ്. ആൻഡ് കാറ്റഗറി നെയിം എളുപ്പത്തിൽ അറിയാൻ വേണ്ടി ഞാൻ MSc CS സെമസ്റ്റർ 3 എന്ന് കൊടുത്തു. MSc CS സെമസ്റ്റർ S3 കാറ്റഗറി ID കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ നെസസറി അല്ല. ക്ലിക്ക് ഓൺ ക്രിയേറ്റ് കാറ്റഗറി ബട്ടൺ. ഇപ്പം ഞാൻ കാറ്റഗറീസ് എല്ലാം ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ എനിക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ കീഴിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കീഴിൽ സെമസ്റ്റർ 3 എനിക്കൊരു കോഴ്സ് ഇനി ഓഫർ ചെയ്യാം. പുതിയ കോഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ തന്നെ ക്രിയേറ്റ് ന്യൂ കോഴ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. കോഴ്സ് ടാബ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് എ ന്യൂ കോഴ്സ് ക്ലിക്ക് ചെയ്യുക. കോഴ്സിൻ്റെ പേര് എഴുതുക. പൈത്തൺ പ്രോഗ്രാമിംഗ്. കോഴ്സ് നെയിം MSc CS S3 പൈത്തൺ. ഞാനൊരു ഷോർട്ട് നെയിം ഇങ്ങനെ കൊടുത്തു. കോഴ്സ് കാറ്റഗറി പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് MSc കമ്പ്യൂട്ടർ സയൻസ് MSc CS സെമസ്റ്റർ 3 ചൂസ് ചെയ്യണം. ദെൻ കോഴ്സ് വിസിബിലിറ്റി ശോധന കൊടുക്കുക. കോഴ്സ് ഡേറ്റ് ഞാൻ June 1, 2020 മുതൽ November 30 കൊടുത്തു 2020. ദെൻ കോഴ്സ് ID നമ്പർ ദ സെയിം തിങ് ഞാനിവിടെ കോപ്പി ചെയ്തു. കോഴ്സ് ഡിസ്ക്രിപ്ഷൻ നെസസറി അല്ല. കോഴ്സിൻ്റെ ഒരു ഇമേജ് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ക്ലിക്ക് ഓൺ കോഴ്സ് ഫോർമാറ്റ്. സിംഗിൾ ആക്ടിവിറ്റി, സോഷ്യൽ ഫോമാറ്റ്, ടോപ്പിക് ഫോമാറ്റ് ആൻഡ് വീക്ക്ലി ഫോമാറ്റ്. സാധാരണ യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ടോപ്പിക് ഫോമാറ്റ് സെലക്ട് ചെയ്യാം. ഒരു FDP പ്രോഗ്രാംസ് ഷോർട്ട് ടേം പ്രോഗ്രാം ആണെങ്കിൽ വീക്ക്ലി ഫോമാറ്റോ സോഷ്യൽ ഫോമാറ്റോ അല്ലെങ്കിൽ സിംഗിൾ ആക്ടിവിറ്റി ഫോമാറ്റോ ഒക്കെ ചൂസ് ചെയ്യാം. ഒരു പ്രൊജക്റ്റൊക്കെ ആണെങ്കിൽ സിംഗിൾ ആക്ടിവിറ്റി ഫോമാറ്റ് എടുക്കാം. ഇവിടെ ഞാൻ ഒരു യൂണിവേഴ്സിറ്റി കോഴ്സ് ആയതുകൊണ്ട് ടോപ്പിക് ഫോർമാറ്റ് ചൂസ് ചെയ്തു. ഡിഫോൾട്ടായിട്ട് നമ്പർ ഓഫ് സെക്ഷൻസ് 4 ഉണ്ട്. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ദെൻ ഫയൽ അപ്ലോഡ് 1 MB ആയിട്ട് ലിമിറ്റ് ചെയ്തു.
അല്ലെങ്കിൽ സെർവറിൻ്റെ സ്പേസൊക്കെ ഭയങ്കരമായിട്ട് ഒരുപാട് യൂട്ടിലൈസേഷൻ വരും. അത് കുറയ്ക്കാൻ വേണ്ടി 1 MB ആയിട്ട് ചൂസ് ചെയ്യാം. ട്രാക്കിംഗ് കംപ്ലീഷൻ മേക്ക് ഇറ്റ് ആസ് എസ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോഴ്സിലെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്, ഒരു കോഴ്സിനകത്ത് പല വിധത്തിലുള്ള ആക്ടിവിറ്റി ഉണ്ടാവും, പല റിസോഴ്സസ് ഉണ്ടാവും. ഈ ആക്ടിവിറ്റിയും റിസോഴ്സസും ഒക്കെ ചെയ്തോ അത് കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഈ കംപ്ലീഷൻ ട്രാക്കിങ് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അത് എസ് കൊടുക്കുക. ഇനി സേവ് ആൻഡ് ഡിസ്പ്ലേ കൊടുക്കുക. പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി യൂസർ എൻറോൾമെൻറ്റ്, ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ MSc പൈത്തൺ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കോഴ്സ്, പൈത്തൺ പ്രോഗ്രാമിംഗ്. ഡീഫോൾട്ടായിട്ട് അതിനകത്തൊരു അനൗൺസ്മെൻറ്റ് വന്നു. 4 ടോപ്പിക്സും ഇവിടെ കാണും. ഇതെല്ലാം ഈ ടോപ്പിക്കിൻ്റെ പേരുകളൊക്കെ നമുക്ക് മാറ്റാം. ഇതിനകത്ത് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യാം, റിസോഴ്സസ് ആഡ് ചെയ്യാം. അത് നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. ഈ രീതിയിൽ നമുക്ക് കാറ്റഗറികളും കോഴ്സും മൂഡിൽ സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കി ഈ കോഴ്സിൽ കൊടുക്കേണ്ട റിസോഴ്സുകളും ആക്ടിവിറ്റിയെയും പറ്റിയും അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. താങ്ക് യു.